എല്ലാവർക്കും നമസ്കാരം. ജയിൽ തടവുകാരുടെ ഒരു 10 ഇരട്ടിയോളം വരുന്ന അതിഭീകരമായ ശമ്പള വർധനവിന് ശേഷം സോഷ്യൽ മീഡിയ LDF ഗവൺമെൻറ്റിനെ പോങ്കാല ഇട്ടുകൊണ്ടിരിക്കുക. എനിക്ക് അനേക വോയിസ് ക്ലിപ്പുകൾ ഇതിൻ്റെ പേരിൽ വന്നു. അതിൽ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ അതുപോലെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ചാച്ചാൻ പറഞ്ഞ ജയിലിലെ കാശുമായിട്ട് സംഭവം കറക്റ്റാ, 100% കറക്റ്റാ. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരിപ്പോ ഈ ശമ്പളം കൂട്ടിയിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് തന്നെ 100% അറിയാം ഇവർ അധികാരത്തിൽ വരത്തില്ലെന്ന്. അടുത്ത ഇനിയിപ്പം 5 വർഷം അല്ലെ 10 വർഷം ഇവർ മൂലക്കിരിക്കണമെന്ന് അറിയാം. അപ്പൊ ഇവർക്ക് BJP-ക്കാരെയും ഇവരെയും ഒതുക്കാൻ ഗുണ്ടകളെ വേണം. അപ്പൊ ഗുണ്ടകൾക്ക് എന്തായാലും പാർട്ടി പൈസ കൊടുക്കത്തില്ല. അപ്പം പാർട്ടിക്കാർ ഇവന്മാര് ആളിനെ തട്ടിക്കഴിഞ്ഞാൽ നേരെ ജയിലിൽ പോയാൽ ഇവന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇവന് 10-25 ലക്ഷം രൂപ കിട്ടും. ഗൾഫിൽ പോയാൽ കിട്ടുമോ 25 ലക്ഷം രൂപ? ഗൾഫിൽ പോയാൽ ചിലവുകളുണ്ട്, മനസ്സിലായി. ഫോൺ വിളിക്കണം, അത് വേണം, ഇത് വേണം, മറ്റേ വേണം, മറിച്ച്. ഇതാകുമ്പോൾ എല്ലാം ഫ്രീയാ, എല്ലാം അതിനകത്ത് അങ്ങ് നടക്കും. പാർട്ടി ഗുണ്ടകളെ വളർത്താനുള്ള പരിപാടിയാണ് ഇവർ കാണിക്കുന്നത്. അത് ബുദ്ധിയുള്ളവർക്കെല്ലാം, അരി ആഹാരം കഴിക്കുന്ന മലയാളികൾക്കെല്ലാം മനസ്സിലായി. അല്ലാതെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഈ ഇങ്ങനെ? ഞാൻ ഇവിടെ അമേരിക്കയിലാണ്. ഈ അമേരിക്കയിൽ തന്നെ ഒരു ജയിൽ പുള്ളിക്കെന്ന് പറഞ്ഞാൽ $8 ഉള്ളൂ ഒരു ദിവസം. $8. ഇവിടുത്തെ മിനിമം വേജ് നോക്കുകയാണെങ്കിൽ 200 ചില്ലുവാനും രൂപ കൊടുക്കണം അവന്. ഇവിടെ $8 ഉള്ളൂ. ഇവന്റെ ഈ $8 ഇവന്റെ ടോട്ടൽ എമൗണ്ട് വരുമ്പോൾ അതിനകത്തുനിന്ന് ടാക്സും കട്ട് ചെയ്യും. നാട്ടിലെന്തോ ഇവർക്ക് സ്പെഷ്യൽ ഫുഡൊന്നും ഇല്ല ഇവിടെ. ഇവർക്ക് ജീവൻ നിന്ന് പോകാനുള്ള ആഹാരം കൊടുക്കത്തില്ല. ശിക്ഷയെന്ന് പറഞ്ഞാൽ ശിക്ഷയാ, കഠിനമായ ശിക്ഷയാ. നാട്ടിൽ മട്ടനും ചിക്കനും ബീഫും മറ്റേതും മറിച്ചതും കിട്ടാൻ ഇനിയൊന്നുമില്ല. എന്തോ ഒരു ഇടപാടാണ്, എന്തോ ഒരു നശിച്ച നാടാന്ന് ആലോചിച്ചു. ലോകത്ത് എവിടെയെങ്കിലും കേട്ട് കഴിവുണ്ടോ ഇത് നാട് നശിക്കുക എന്നുള്ളതിന്റെ തെളിവുകളായത്. നാട്ടിൽ ഇനിയിപ്പോൾ ഗവൺമെന്റ് ഇപ്പം BJP വന്നാലും അല്ലെ കോൺഗ്രസ് വന്നാലും 2020 വന്നാലും ആര് വന്നാലും ഖജനാവിൽ 5 പൈസ ഇല്ല. പൈസ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. പൈസ ഇല്ല, ഗവൺമെന്റിൽ 5 പൈസ ഇല്ല. അപ്പൊ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫൈൻ കൂടും, മറ്റേത് കൂടും, മറിച്ചത് കൂടും, പ്രശ്നങ്ങൾ കൂടും. ഗവൺമെന്റിന്റെ 5 പൈസ ഇല്ല, ഖജനാവിൽ അങ്ങ് 1 രൂപ ഇല്ല. എല്ലാ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമില്ല. കോടാനുകോടി രൂപ കടമെടുത്ത് വെച്ചേക്കുക. ഇതൊക്കെ എന്ന് വീട്ടാന്? കടം കേന്ദ്രത്തിന് തിരിച്ചു കൊടുത്തില്ലേ, കേന്ദ്രം അതിനകത്ത് വേറെ കാര്യങ്ങൾ ചെയ്യും. ഈ ഗവൺമെന്റ് ഓരോ വസ്തുവകളൊക്കെ ഉണ്ട്, അതെല്ലാം കേന്ദ്രം അറ്റാച്ച് ചെയ്യും. അങ്ങനെ അറ്റാച്ച് ചെയ്ത് ഒന്നും ഇല്ലാതാവും. തമിഴ്നാട്ടിലും മറ്റിടത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ വ്യവസായ സംരംഭം. കേരളത്തിൽ എന്തോ ഉണ്ട്? കേരളത്തിൽ ഒന്നുമില്ല. കേരളത്തിൽ ഒരു സാധനവും ഇല്ല. ആകെ ഉണ്ടായിരുന്ന സ്കൂളും കോളേജും മറ്റേ മറിച്ച് അതും ഇപ്പൊ പൂട്ടിക്കെട്ടി പിള്ളേരെല്ലാം പുറത്തോട്ട് പോവുക. കേരളത്തിൽ ഒരു സാധനവും ഇല്ല. കൃഷിയില്ല. 10, 4000, 5000 ജോലിക്കാരാ കൃഷി വകുപ്പില്. എന്തോതിന്? 1 കിലോ അരി ഉണ്ടാക്കുന്നില്ല ഇവിടെ. എല്ലാം ആന്ധ്രയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നും വരിക. പിന്നെ എല്ലാം പറഞ്ഞു വിട്ടാൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു വിടണം. ഇതൊക്കെയാ ചെയ്യണ്ടേ? ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത നാട് നശിച്ചു. ഇനി കേരളമൊക്കെ കയറി വരണ വലിയ പാടാണ്. അല്ലെ ഒന്നീ കേരളം ഇനി കർണാടകത്തിൻ്റെ കൂടെ അല്ലെ തമിഴ്നാടിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക, അല്ലാതെ അതിനകത്ത് വേറെ പോംവഴിയൊന്നുമില്ല. കേരളം ഒരു കാരണവശാലും കയറി വരത്തില്ല ഈ അളിഞ്ഞ രാശി ഉള്ളിടത്തോളം കാലം. അതായത് ഈ ക്ലിപ്പ് കേൾക്കുമ്പോൾ ലോകം മുഴുവനുള്ള മലയാളികൾ, അതിൽ നല്ലൊരു ശതമാനം ചിന്തിക്കുന്ന ആളുകൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പിലൂടെ മനസ്സിലാക്കുന്നത്. ജയരാജൻ പറഞ്ഞു കേട്ടില്ലേ, പാവങ്ങളാ, അതുങ്ങൾ പാവങ്ങളാ. കൊടും ക്രിമിനലുകളുടെ വീട്ടുകാർ ഒരിക്കലും അവർ ക്രിമിനലുകളാണെന്ന് പറയല, പാവങ്ങളാന്നേ പറയുള്ളൂ. 14 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ അതിഭീകരമായി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് കൊന്ന 16 വയസ്സുള്ള ഒരു പാവം തൽക്കാലം ജുവനൽ ഹോമിലേക്കും 2 വർഷം കഴിയുമ്പം അത് സാധാരണ ജയിലിലേക്കും വരും. ഒരു പാവം 16 വയസ്സുകാരൻ ഭാവിയിലെ ഒരു MLA-യും പിന്നെ ഒരു മന്ത്രി ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ശകലം വിദ്യാഭ്യാസം കൂടി പോയിട്ടുണ്ട്. ഒരു 16 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരു +1 +2 വല്ലതും കാണും. അത് ഇച്ചിരി കൂടുതലാണ്. പക്ഷെ ബാക്കി ഒരു MLA ആയിരിക്കാനുള്ള എല്ലാ യോഗ്യതയും ഒത്തിട്ടുണ്ട്. ചെറുപ്പമായതുകൊണ്ട് കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ വളരെ പാവമാണ്. ഇതുകൂട്ട് പാവങ്ങളകത്ത് കിടക്കുന്നത്. ഈ പാവങ്ങൾക്ക് ഇതുപോലെ വർധനവ് വന്നത് ലോകം മുഴുവനുള്ള മലയാളികൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഇട്ട് കേൾപ്പിച്ച ഈ വോയിസ് ക്ലിപ്പ്. ഈ വോയിസ് ക്ലിപ്പിനോട് ചേർന്ന് ചില കാര്യങ്ങളുടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ഈ ശമ്പള വർധനവ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? വരുന്ന ട്രോളുകൾ മുഴുവൻ പറയുന്നത്
അവർ ട്രോളി കൊല്ലുന്നതെന്ന് പറയാം. എന്താ പറയുന്നത്? ജയിലിനകത്തെ ജീവിതം, ഫുഡ്, അക്കോമഡേഷൻ, ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി, അതിന് പുറത്ത് ലിക്വിഡ് സാലറി. ഇതിൻ്റെ കണക്കുകളൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾപ്പിച്ചാൽ 10, 25, 30 ലക്ഷം രൂപയുമായിട്ട് വെളി വരുന്ന സംവിധാനം. ഇതിൻ്റെ ബാധ്യത എത്രയാണെന്നോ ഇതിൻ്റെ ബാക്കി പ്രശ്നങ്ങളോ ഒന്നും ചിന്തിക്കാതെ ഇതിന് തീരുമാനം എടുത്തിരിക്കുക. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ UDFകാർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യമായ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലെന്നുള്ളവർ. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് മുന്നോട്ട് പറയാം. ഞാൻ ഈ ഇടത് വലത് എന്ന് പറയുന്നത് കേരളത്തിൽ ഇവരെ ഭരിച്ചിട്ടുള്ളൂ, വേറെ ആരും ഭരിച്ചിട്ടില്ല. BJPക്കാർ ഭരിച്ചിട്ടില്ല, ആം ആദ്മിക്കാർ ഭരിച്ചിട്ടില്ല, 2020കാർ ഭരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവരെക്കുറിച്ചൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആം ആദ്മിയുടെ അടിസ്ഥാന ആശയങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ കേരളത്തിൽ അവരെ പച്ച തൊടിക്കുകയല്ല ഇവിടുത്തെ LDF UDFകാർ. BJPയെ ഉടനെ എങ്ങും കേരളത്തിൽ ഇവർ കാല് കുത്തിക്കുകയല്ല, അത് ഉറപ്പാണ്. അപ്പോൾ ലോകം മുഴുവനുള്ള ആളുകൾ, മലയാളികൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ വരുന്ന തെരഞ്ഞെടുപ്പ്, ഈ മാർച്ചിലോ ഏപ്രിലോ ഒക്കെ ആയിട്ട് നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ, വരുമെന്നല്ല വന്നാൽ, പിന്നീട് നടക്കുന്ന ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിയായിട്ട് അധികാരത്തിൽ വരും. ഈ ആദ്യത്തെ വരുന്നത് UDF ആണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിയായിട്ട് അധികാരത്തിൽ വരും. ഈ വരുന്ന ഇലക്ഷനിൽ ഒരു 80-നും 100-നും ഇടയ്ക്ക് സീറ്റോടുകൂടിയാണ് UDF വരുന്നെങ്കിൽ ആ ഭരണത്തിൻ്റെ അവസാന കാലത്തേക്ക് വരുമ്പോൾ ഇന്ത്യ മുന്നണിയായിട്ട് മത്സരിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ടാവും. അങ്ങനെ വന്നാൽ 5 വർഷം കഴിഞ്ഞ് പിന്നെ വരുന്ന 5 വർഷം ഇന്ത്യ മുന്നണിയായി ഒരു 125, 126 സീറ്റോടുകൂടി ഇന്ത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. അപ്പോൾ 5 10 വർഷമാവും. ആ ഇന്ത്യ മുന്നണി ഒരു 5 വർഷം അങ്ങോട്ട് ഭരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു ഇലക്ഷനിൽ ഇന്ത്യ മുന്നണി ഒരു 80 സീറ്റിനും ഒരു 90 സീറ്റിനും ഒക്കെ ഇടയ്ക്കായിട്ട് വീണ്ടും ഒരു അധികാരത്തിലേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ ഫലത്തിൽ 15 വർഷത്തോളം അടുത്ത ഒരു ഭരണം UDFും പിന്നത്തെ 2 ഭരണം ഇന്ത്യ മുന്നണിയായിട്ട് പോയതിന് ശേഷമേ കേരളത്തിൽ BJP ഉണ്ടെങ്കിൽ അത് അധികാരത്തിൽ വരാൻ പോകുന്നുള്ളൂ. അതാണ് അവിടെ ഒരു സാഹചര്യം. ഇനി പ്രാദേശികമായി എന്തെങ്കിലും മൂവ്മെൻറ്റുകൾ ഉണ്ടായി വന്നാൽ മാത്രമേ ഇതിനപ്പുറം എന്തെങ്കിലും കേരളത്തിൽ സംഭവിക്കുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഈ വർഷം 2026 10 ലക്ഷത്തിലധികം വിദേശത്തുള്ള മലയാളികൾ തിരികെ വരും. നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും ഗൾഫ് രാജ്യങ്ങളിൽ മക്കളുടെ ആശ്രിതരായി കഴിയുന്ന മാതാപിതാക്കളിലും നല്ലൊരു ശതമാനം, ഏതാണ്ട് 10 ലക്ഷത്തിൽ താഴെ ആളുകൾ ഈ 26-ൽ തിരിച്ചു വരും. 2015 ശേഷം വിദേശത്തേക്ക് പോയിരിക്കുന്ന 90% ആളുകളും 2030-നുള്ളിൽ കേരളത്തിൽ മടങ്ങി വരും. അങ്ങനെ വരുമ്പോൾ ഉപജീവനത്തിനുള്ള വഴിയില്ലെന്നാകും അവർക്കാർക്കും. ഇപ്പോൾ ബിടെക്കുകാർ പിള്ളേർക്ക് നേരത്തെ ഒരു 15,000 രൂപയൊക്കെ ശമ്പളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 10,000 രൂപ ശമ്പളത്തിലേക്ക് താന്നു. ഒരു സൊമാറ്റോ ഓടിപ്പോലും ജീവിക്കാൻ മേലാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാകും. ഊബർ ഓടിപ്പോലും ജീവിക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ തന്നെ അതായി. അങ്ങനെ വരുമ്പോൾ അടുത്ത ഭരണം UDF ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നോക്കിക്കേ, LDF കാണിക്കുന്ന ഒരു കൊള്ളരുതായികയ്ക്കും ഒന്നും അവർക്ക് യാതൊരു പ്രതികരണവും ഇല്ല. രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്ന കാലത്ത് കുറേ കാര്യങ്ങൾ അങ്ങനെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വന്നേ പിന്നെ പുള്ളി ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും പറയുന്നേയില്ല. സത്യത്തിൽ കേരളം ഇന്നത്തെ അവസ്ഥയിൽ തകർന്നു പോയതിൻ്റെ യഥാർത്ഥ ധാർമ്മിക ഉത്തരവാദിത്തം ആർക്കാന്ന് ചോദിച്ചാൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനാണ്. അങ്ങേര് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ക്യാബിനറ്റ് റാങ്കും അതിനുള്ള സംവിധാന സാഹചര്യങ്ങളും എടുത്ത് സുഖിച്ച് ജീവിച്ചിട്ട് ഇവിടുത്തെ പൊതുജനത്തിന് വേണ്ടി പ്രതിപക്ഷത്തിൻ്റെ നേതാവ് എന്ന രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ലെന്നുള്ളതാണ് ഈ സംസ്ഥാനം ഇതുപോലെ തകർന്നു പോയതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഭരിച്ചു മുടിച്ചപ്പം അതിനെ അതുപോലെ എതിർക്കേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നു. പക്ഷേ അയാൾ ആ ഉത്തരവാദിത്തം ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ കേരളത്തിനെ ഇതുപോലെ നശിപ്പിച്ച പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മുകളിൽ വന്ന് ചരിത്രം എഴുതി വെക്കും. അതാ സത്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ LDF ഭരിക്കുന്നു. ഇനി അടുത്ത ഭരണം UDFും പിന്നത്തെ 2 ഭരണം ഇന്ത്യ മുന്നണിയും കൂടിയാണ് വരുന്നതെങ്കിൽ, ഞാൻ അത്രയും കൃത്യമായി പറയുന്നു, ഈ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷൻ, ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് ശേഷം പല പഞ്ചായത്തുകളിലും ഇന്ത്യ മുന്നണി ആയിട്ട് ഭരിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജനത്തിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും? അത് പരിഹരിക്കപ്പെടണമെങ്കിൽ ഞാൻ ഈ ദിവസങ്ങളിൽ അനേക നിയമവിദഗ്ധരുമായും
രാഷ്ട്രീയ ചിന്തകരുമായും തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആളുകളുമായൊക്കെ ചിന്തിക്കുമ്പം 15 വർഷത്തിന് ശേഷമേ ഈ ഇടത് വലത് അല്ലാതെ ഒരു ഗവൺമെൻറ് ഇവിടെ വരികയുള്ളൂ എങ്കിൽ നമുക്കാകെ ആശ്രയിക്കാവുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് കോടതികൾ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ കോടതികൾ ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലുമൊക്കെയായി ചില പൊതു താൽപ്പര്യ ഹർജികൾ നമ്മൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കണേ കോടതിയും കൂടി അനുവദിക്കേണ്ടി വരും. ഞാൻ ഈ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ് പറയുന്നത്. പൊതു താൽപ്പര്യ ഹർജികൾ നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ, നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാമെങ്കിൽ ഇപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് കോടതികളിൽ ചോദ്യം ചെയ്യാം. ഹൈക്കോർട്ടിലുമുണ്ട്, സുപ്രീം കോർട്ടിലുമുണ്ട്. ഇപ്പോൾ 6 ലക്ഷം കോടി രൂപ കടമെടുത്തിട്ടുണ്ട്. ഇതാര് വീട്ടും? എങ്ങനെ വീട്ടും? ഞാൻ ലോകം മുഴുവനുള്ള ഓരോ മലയാളിയോടും ചോദിക്കട്ടെ, ഈ 6 ലക്ഷം കോടി രൂപ കടം ആര് വീട്ടും? എങ്ങനെ വീട്ടും? നമ്മളിത് കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ് എങ്കിൽ ഇതെടുത്തവരിതിന് സമാധാനം പറയേണ്ടി വരും. എടുത്തവരിത് എങ്ങനെ വീട്ടാമെന്നും എങ്ങനെ ഇതിൻ്റെ പലിശ അടയ്ക്കാവുന്നും ഒക്കെ കൃത്യമായിട്ട് അവിടെ പറയണം. 6 ലക്ഷം കോടി എന്ന് പറയുന്നത് ചെറിയ തുകയൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്, ഇവിടുത്തെ ഭരണവർഗം ധരിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ ലോകം മുഴുവനുള്ള മലയാളികളോട് പറയുക, ഏതാണ്ട് 6.5 ലക്ഷം ഉദ്യോഗസ്ഥന്മാരാണ് നമുക്കുള്ളത്. ഏതാണ്ട് അതിൽ ഇച്ചിരൂടെ കൂടുതൽ പെൻഷൻകാരുണ്ട്. സജീവ രാഷ്ട്രീയക്കാരും കൂടെ കൂട്ടിയാൽ 15 ലക്ഷത്തിൽ താഴെ ആളുകളുണ്ട്. ഇവരുടെ കുടുംബത്തിൽ 4 പേര് വെച്ച് കൂട്ടിയാൽ 60 ലക്ഷം, 5 പേര് വെച്ച് കൂട്ടിയാൽ 75 ലക്ഷം. എന്താണെങ്കിലും ഒരു അധികാരവർഗമെന്ന് പറയുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും ഏതാണ്ട് ഒരു 80 ലക്ഷത്തിൽ താഴെയാണ്. ഈ ബാധ്യതകൾ ഉണ്ടാക്കിയെടുത്ത പണം മുഴുവൻ പോയിരിക്കുന്നത് ഇവരുടെ കയ്യിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായി ഇവർ തന്നെ അതിന് മറുപടിയും പറയേണ്ടത്. ഇത് ആരുടെ മുമ്പിൽ പറയും? നമുക്ക് രാഷ്ട്രീയക്കാരോട് ചോദിക്കാൻ പറ്റുമോ? നമ്മൾ രാഷ്ട്രീയക്കാരോട് ചോദിച്ചാൽ അവർ നമ്മളോട് മറുപടി പറയുമോ? പറയല. അപ്പോൾ അവർ പറയാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചാൽ ഗവൺമെൻറ്റിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാലും ഇതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഇവരിങ്ങനെ പ്രഖ്യാപിച്ച് അങ്ങോട്ട് വെച്ചാലും നമുക്കിനി മുന്നിലോട്ട് താങ്ങാൻ വയ്യ എന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ട് അതിൻ്റെ നിയമവ്യവസ്ഥയോടെ പറഞ്ഞാൽ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് നമ്മളിപ്പോൾ ആത്യന്തികമായി തീരുമാനിച്ചേ പറ്റുള്ളൂ. ഒരു സംസ്ഥാനത്തിൻ്റെ ജനത്തിൻ്റെ 1% താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ മതി അവിടുത്തെ സംസ്ഥാനത്തിലെ ജനത്തിനെ സേവിക്കാൻ. 1. 2, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ, അല്ലെ ഏതൊരു സംസ്ഥാനത്തിൻ്റെയും വരുമാനത്തിൻ്റെ 30% മുകളിൽ പോകാതെ 30% കൊണ്ട് ശമ്പളവും പെൻഷനും അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും കൊടുത്തു തീരണം. അല്ലാതെ ഒരു സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അല്ലാതെ സംസ്ഥാനത്തിന് മുന്നോട്ട് നിൽക്കാൻ മേലെങ്കിൽ ഇപ്പോൾ 10 ലക്ഷം ആളുകളുടെ ഈ വർഷം തിരികെ കേരളത്തിലേക്ക് വരുമ്പോൾ അവരെ ഒരു മലയാളി എന്ന രീതിയിൽ എങ്ങനെ പുനരധിവസിപ്പിക്കും? സമ്പാദ്യങ്ങളൊന്നുമില്ലെങ്കിലും അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കണ്ടേ? ഇന്ത്യയിലെ ആവറേജ്, മുഴുവനായി സ്ഥലത്തെ ആവറേജ് വില നിലവാരം എടുക്കുമ്പോൾ അതിനേക്കാളും 12 ഇരട്ടിയാണ് കേരളത്തിലെ അവശ്യ വസ്തുക്കളുടെ വില. 12 ഇരട്ടി, ആവറേജിൻ്റെ 12 ഇരട്ടി. അങ്ങനെ വരുമ്പോൾ ഇവരെ എങ്ങനെ പുനരധിവസിപ്പിക്കും? എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? ഇതൊരു വലിയ വിഷയമാണ്. അതുകൊണ്ട് ജനത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഇനി 1 രൂപ ഒരിടത്തും നികുതി കൂട്ടിയാൽ ജനത്തിനത് താങ്ങാൻ കഴിയില്ല. വൈദ്യുത ബില്ല് ഇനി 1 രൂപ പോലും കൂട്ടിയാൽ ജനത്തിനത് താങ്ങാൻ കഴിയില്ല. വെള്ളത്തിന് കരമോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മേഖലയിൽ പ്രത്യക്ഷ പരോക്ഷമായിട്ട് ഇനി നികുതി കൂട്ടിയാൽ മലയാളിക്ക് അത് താങ്ങാൻ കഴിയില്ല. ഇതിനെ നേരിടാൻ പൊതു താൽപ്പര്യ ഹർജികളുമായി കോടതികളിലേക്ക് നീങ്ങുക എന്നല്ലാതെ വേറൊരു വഴിയില്ല. നിങ്ങളിതിനെ അനുകൂലിക്കുന്നെങ്കിൽ, അങ്ങനെ വേണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ നിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളുടെ കയ്യിലും എൻ്റെ വാട്സപ്പ് നമ്പറുകൾ വ്യക്തിപരമായിട്ടുണ്ട്.
അങ്ങനെയുള്ളവർ അനുകൂലിക്കുന്നവർ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജുകൾ വായിക്കുക. ഞാനിപ്പോൾ നമ്പരൊന്നും ഇനി ആർക്കും കൊടുക്കുന്നില്ല, ഒരുമാതിരി ആളുകളുടെ എല്ലാം ഉണ്ട്. വീഡിയോകൾക്കടിയിൽ നിങ്ങൾ കമൻറ്റും ചെയ്യും. നമുക്ക് വ്യക്തിപരമായി നിങ്ങളിതിനെ അനുകൂലിക്കുന്നെങ്കിൽ, ഞാൻ മലയാളികളോട്, ലോകം മുഴുവനുള്ള മലയാളിയോട്, കേരളത്തെ സ്നേഹിക്കുന്ന മലയാളി ഉണ്ടെങ്കിൽ, ഇതിവിടെ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ കൈ കൂപ്പിക്കൊണ്ട് ഞാൻ പറയുന്നു, നമ്മളെ രക്ഷിക്കാൻ ഇടത് വലത് രാഷ്ട്രീയക്കാർ പോരാ. ഇനി ആകെയുള്ള ഒരു വഴി കോടതികൾ മാത്രമാണെന്നും ആ കോടതികൾ നമുക്ക് അനുകൂലമായ ചില വിധികളൊക്കെ തന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളെന്നും, ഈ 6 ലക്ഷം കോടിയൊക്കെ എങ്ങനെയാണ് വീട്ടാൻ പോകുന്നതെന്നും എങ്ങനെയാണ് ഇതിൻ്റെ പലിശ അടയ്ക്കാൻ പോകുന്നതെന്നും യഥാർത്ഥ സംസ്ഥാനത്തിൻ്റെ സ്ഥിതിഗതികൾ എന്താണെന്നും ഒക്കെ കോടതി ചോദിച്ചാൽ ഇവർക്ക് പറയാതിരിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവരും കൂടെ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. അങ്ങനെ നമ്മുടെ നാടിനെ തിരിച്ചു പിടിക്കാം. തിരിച്ചു പിടിച്ചില്ലെങ്കിൽ നമ്മൾ നാട് തീർന്നു പോയാൽ നമ്മൾ എങ്ങോട്ട് പോകും? അത് നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.